ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു തെലുങ്ക് ചിത്രമാണ്. തെലുങ്കിൽ കൂടാതെ മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷകളൊക്കെ ചിത്രം റിലീസ് ചെയ്തിരുന്നു. ഈ ചിത്രം റിവ്യൂ ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ ചിത്രം ഉണ്ടെന്ന് അറിയാനുള്ള കാരണം, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബർ വന്നിട്ട് ഇങ്ങനെ ചിത്രത്തെക്കുറിച്ച് റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിക്കുകയും ആ കമൻറ്റ് കണ്ടിട്ട് ഞാൻ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫിലിം നിങ്ങളുടെ മുമ്പിലേക്ക് റിവ്യൂ ചെയ്യാനുള്ള കാരണം. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ചിത്രം സജഷൻ ചെയ്ത ആ കസ്റ്റമർക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ആ വ്യക്തിക്ക് എന്തായാലും തന്നെ ഒരു നന്ദി നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുകയാണ്. അത് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോയ ചിത്രത്തിൻ്റെ പേര് സിംഗ് ഗീതം എന്നാണ് ചിത്രത്തിൻ്റെ പേര്. തെലുങ്ക് മൂവിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2026 റിലീസ് ചെയ്തിട്ടുള്ള ചിത്രമാണ്. ഹിറ്റാണോ പരാജയമാണോ ഒന്നും അറിയില്ല, എങ്കിൽ പോലും ഒരുപാട് അഭിപ്രായങ്ങൾ നേടിയെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിന് കേട്ടിരുന്നു. അതിൻ്റെ ഡയറക്ഷൻ ചെയ്തുള്ള നോക്കിക്കഴിഞ്ഞാൽ ചെയ്തിട്ടുള്ള സംഗീതം ശ്രീനിവാസാണ് ഡയറക്ഷൻ ചെയ്തുള്ള. പോലെ കാശ് നോക്കിക്കഴിഞ്ഞാൽ അയൻ, അഖില ബമ്മു, ഷാലി, കോണ്ട, കുട്ടി തുടങ്ങിയ പ്രധാനമായി കാശിങ്ങാണ് വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാന പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗ് ഗീതം, അതായത് പാട്ടും സംഗീതവും, അല്ലെങ്കിൽ ഒരാൾ പാടുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയൊക്കെയാണ് ഒരു സ്റ്റോറിയിലോട്ട് വന്നിട്ടുള്ളത്. നമുക്ക് അതിലോട്ട് മുമ്പ് ഡ്യൂറേഷൻ നോക്കിയാൽ ഏകദേശം 2 മണിക്കൂർ 15 മിനിറ്റ് മാത്രമാണ് ഡ്യൂറേഷൻ വന്നു പോകുന്നുള്ളൂ. പടത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ആ അറ്റംപ്റ്റ് കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാൻ ഉള്ള ഒരു മറ്റൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ 2 മണിക്കൂർ 15 മിനിറ്റും വേറെ ലെവലിലോട്ടാണ് പറഞ്ഞു പോകുന്നത്. ഇതുവരെയും ഒരു ചിത്രത്തിൽ പോലും ഇങ്ങനെ അറ്റംപ്റ്റ് കണ്ടതായിട്ട് വഴിയില്ല എന്ന് തന്നെയാണ്. വേറെ രീതിയിൽ തന്നെയാണ് അതിൻ്റെ റേറ്റിംഗ് ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിൽ പോലും പലതും അവർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ കഥാനായകനുണ്ട്. നായകനായിട്ട് വന്നിട്ടുള്ള വ്യക്തി ജയിലിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാൽ അദ്ദേഹത്തിനൊരു ഒരു പ്രമാണം കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ആധാരം കിട്ടുന്നു. തൻ്റെ കുറച്ച് സ്വത്തുകളൊക്കെ ഒരു നാട്ടിൽ നിൽക്കുന്നുണ്ട്. അവിടേക്ക് ഒരു വണ്ടി പോലും വരാത്തപ്പെട്ട ഒരു നാടാണ്. ഒരു ഇല പോലും മുറിക്കാൻ പറ്റാത്ത ഒരു ശാപം പിടിച്ചൊരു നാട്. പക്ഷെ ആ നാട്ടിൽ പ്രധാനമായിട്ടും ഈ സ്വർണം കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രധാനമായി കണ്ടന്റ്. അപ്പോൾ ആ സ്വർണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അവകാശികളുണ്ട്. അത് പണിപ്പിക്കാൻ വേണ്ടി ഒരുപാട് അവിടുത്തെ നാട്ടുകാരെ കൊണ്ട് വെച്ചാണ് പണിപ്പിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും. അതുവരെ പണി തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. വെച്ച് കഴിഞ്ഞാൽ KGF പോലെ കാര്യങ്ങൾ പോലെ അടിമപ്പണി ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ക്രൂരമായി ചെയ്യിപ്പിക്കുക കാര്യങ്ങളൊന്നും ഇല്ല. ഒരു സൈഡൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അത് നോക്കി നടത്താൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 വ്യക്തികൾ, അവിടെയാണ് 2 കഥാനായകന്മാർ പടത്തിൽ കടന്നു വരുന്നതും. അപ്പോൾ അതൊക്കെ മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് ഒരു നാട്ടിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ അവർ ആധാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുബേര ദൈവത്തിനെയാണ്. അതുപോലെ തന്നെ ഒരു എലിയുണ്ട്. എലി മുകളിൽ സംരക്ഷിക്കും. കുബേരൻ എന്താ പറയുക, ഗുഹയ്ക്കുള്ളിലാണ്. ഒരു ദിവസം അദ്ദേഹം കുറച്ച് പണമൊക്കെ ആയിട്ട് വരുന്നുള്ള ഒരു സാങ്കല്പികമായിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ നിൽക്കുന്നു ഒരു ഫാൻറ്റസി രൂപത്തിൽ. ആ നാട്ടിൽ തന്നെ ആകോട്ട് ഒരു മരം അവശേഷിക്കുന്നുള്ളൂ. ആ മരം വെട്ടുമോ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന പ്രശ്നങ്ങളും അതിനെ തുടർന്ന സംഭവം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ഒരു വരം അല്ലെങ്കിൽ ഒരു ശാപം പോലെ തന്നെ, അതായത് ഇങ്ങനൊരു അനീതി നിൽക്കുമ്പോൾ, അനീതി നടക്കുന്ന സമയത്ത്, അതായത് അതിൽ നിൽക്കുന്ന ഒരു വ്യക്തി പറയുന്നു, ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഒരാൾ പോലും പ്രതികരിച്ചില്ല എന്ന് പറയുകയും പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ശബ്ദം എന്ന് പറയുകയും ദൈവം ശപിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവരെ ശബ്ദം പറയുന്നതെല്ലാം എന്താ പറയുക, ഒരു സംഗീതം പോലെ അല്ലെങ്കിൽ പാട്ട് രൂപത്തിലായി മാറുന്നുണ്ട്. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ, ഞാൻ പറയുന്ന എന്തെങ്കിലും മനസ്സിലായോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ എക്സാമ്പിൾ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഈ സംഗീതത്തിലൂടെ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഈ പാട്ടിലൂടെ തന്നെയാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊരു പക്ഷേ ആ കാര്യത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു നീണ്ട ഒരു കൈയ്യടി തന്നെ കൊടുക്കേണ്ടി വരും. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ വേറൊരു ചിത്രങ്ങളിലോ കാര്യങ്ങളിലോ ഒന്നും കണ്ടിട്ടില്ല. കാരണം നോർമലായിട്ട് ചില അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടുകൾ കളിയാക്കി പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ പരിപാടി പറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷെ ഇതിൽ ഓരോ വ്യക്തികളും, അതായത് ചെറിയ കുട്ടികൾ തൊട്ടിട്ട് മുതിർന്ന വ്യക്തികളടക്കം എന്തെങ്കിലും കാര്യം സംസാരിക്കണമെങ്കിൽ പോലും ഇങ്ങനെ പാട്ട് രൂപത്തിലാണ്. അതായത് ഹോസ്പിറ്റലിൽ പോകണം, മരുന്ന് കഴിക്കണം, ഡോക്ടർ എന്താ വരാത്തേ, അങ്ങനെ കാര്യങ്ങളും, ഇവളെന്താണ് പറയുന്നത്, നീ കാരണമല്ലേ ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെ നീട്ടി മുന്നോട്ട് പോകുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു പരിധിക്ക് അപ്പുറത്തോട്ട് പോകുന്ന സമയത്താണെങ്കിൽ 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ എനിക്ക് ചില ഭാഗത്തൊക്കെ എനിക്ക് വെറുപ്പിക്കൽ പോലെ തോന്നി. എന്ത് തേങ്ങനെ ഈ പണ്ടാരം കഴിയുന്നില്ല എന്നുള്ള ചില ഭാഗത്തൊക്കെ അനുഭവപ്പെട്ടു. പക്ഷെ എന്തോ ക്ലൈമാക്സിൽ വരുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ പോലും പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയോട് കുറച്ച് റെസ്പെക്റ്റ് തോന്നുന്നതുകൊണ്ട് തന്നെ
അവിടെ ഈ പടം വിജയിച്ചു തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം ക്ലൈമാക്സ് കുറച്ച് ഫ്ലാഷ് ബാക്ക് സീൻസ് വരുന്നുണ്ട്, ഇമോഷണലി കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അതിൽ കാണിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അപ്പോൾ എല്ലാം ഓവറോൾ നോക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള ഒരു പ്രകടനം അല്ലെങ്കിൽ ആ ഡയലോഗും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്ലിയർ ആയി പോവുകയും അവരെ ശാപം മാറുമോ ഇല്ലെന്നൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് ഒരു ക്യാമിയോ റോളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് ഇതിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ആ വ്യക്തിയെ ഉൾക്കൊണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയുള്ളൊരു കാര്യം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ഈ പാട്ടിന്റെ ശാപന്മാർ ഡാൻസിന്റെ ശാപമായിട്ട് മാറുന്ന കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ചില ഭാഗത്തൊക്കെ ഞാൻ പറയല്ലോ ഓവറോൾ നോക്കുമ്പോൾ ഒരു നല്ലൊരു ഫിലിമാണ് അല്ലെങ്കിൽ നല്ലൊരു അറ്റംപ്റ്റ് ഇതിൽ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ പല പല ചിത്രം കണ്ടു പോകുന്നു, പക്ഷെ എങ്കിൽ പോലും അതിൽ ഓരോരോ ഡയലോഗ് പോലും പാട്ട് രൂപത്തിലാണ് പറഞ്ഞു പോകുന്നത്. അത് വ്യത്യസ്തമായിട്ട് തന്നെയാണ്. ഒരുപാട് ഡ്യൂറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ 2.25 മണിക്കൂർ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഒരു 30 മിനിറ്റ് ശേഷം ബാക്കിയെല്ലാം ഈ പാട്ട് രൂപത്തിലാണ് പറഞ്ഞു പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതൊരു അപ്പുറത്തോട്ടും ചില ഭാഗത്തൊക്കെ ഭയങ്കര വെറുപ്പിക്കൽ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ഇതിൽ ഓരോ വ്യക്തികളും ഡബ് ചെയ്തിട്ടുള്ള രീതി, അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ പലർക്കും പാട്ട് പാടാ ഒരു അപശുദ്ധി പോലെ പുറത്തു വരുമല്ലോ. അതൊക്കെ ചിലവരൊക്കെ കൊള്ളാമായിരുന്നു, പക്ഷെ ബാക്കി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇറിറ്റേഷൻ പോലെ അനുഭവപ്പെട്ടു. അതിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്താമായിരുന്നെങ്കിൽ പക്ഷെ ഒരു വലിയൊരു വിജയം അല്ലെങ്കിൽ വലിയൊരു മാറ്റം പടത്തിന് കൊണ്ടുവരാൻ സാധിക്കാമായിരുന്നു. ഓവറോൾ നോക്കി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. പടം റിലീസ് ചെയ്തു, OTT വന്നു, നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. അതിൻ്റെ തന്നെ എടുത്തു പറയേണ്ട കാര്യം വിട്ടുപോയതാണ്. അപ്പോൾ എന്തായാലും പല പല മൾട്ടി ലാംഗ്വേജിലും ലഭ്യമായിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ എന്തായാലും പാട്ടും അതുപോലെ തന്നെ കുറച്ച് ക്ഷമയോടൊക്കെ ആസ്വാദനത്തോടു കൂടി കാണാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് എന്തായാലും ഈ നർസിംഗ് ഗീതം എന്ന് പറയുന്ന ചിത്രം കാണാം. ആ പേരിൽ പോലും ഒരു വെറൈറ്റി കൊണ്ടുവരുന്നുണ്ട്. മറ്റൊരു കാര്യം വെച്ച് ഞാൻ ഈ പടത്തിൻ്റെ ഒരു പോസ്റ്റർ മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് നോ ഐഡിയ ഉണ്ടാകും. ട്രെയിലറൊക്കെ കണ്ടു നോക്കിയപ്പോഴും കുറച്ച് ഞാൻ പറഞ്ഞില്ല കുറച്ച് പഴയ കാലത്തെ എന്താ പറയുക ഈ പാറക്കല്ല് പൊട്ടിക്കുകയും അവിടെ നിന്ന് ഗനം എടുക്കുന്ന ഭാഗങ്ങളും കുറച്ച് അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തായാലും ഫിലിം കാണാൻ തോന്നി. അങ്ങനെയാണ് കാണാൻ ഇടയായത്. കണ്ടപ്പോഴും ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് ഈ പാട്ടൊക്കെ ഞാൻ എന്താണ് സംഭവം അപ്പോഴാണ് ചിന്തിച്ചത് സിംഗ് ഗീതം എന്ന്. അതായത് പാട്ട് സംഗീതത്തിലൂടെ പറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അത് മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അതായത് അവിടുത്തെ ഒരുപാട് ആൾക്കാർ എന്താ തനിക്ക് സംസാരിക്കാൻ കഴിവുണ്ടായിട്ടും ഒരു അനീതി നടക്കുമ്പോൾ ഒന്നും പ്രതികരിച്ചിരുന്നില്ല. അങ്ങനെ ശാപം കിട്ടുന്നു. ആ ശാപം ഒരു പാട്ടായി മാറുന്നു തനിക്ക് പറയാനുള്ളത്. പിന്നീട് അങ്ങോട്ട് പ്രതികരിക്കാത്തവർക്ക് എന്തോ സംഗീതം പോലെ പറഞ്ഞു പോകുന്നത് എന്ത് ചെറിയ കാര്യങ്ങൾ പോലും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കണ്ടന്റായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പരിധിയും വരെ വിജയിക്കും. അപ്പുറത്തോട്ട് പോകുമ്പോൾ വെറുപ്പിക്കലൊക്കെ അനുഭവപ്പെട്ടു. പക്ഷെ ആ വെറുപ്പിക്കലെല്ലാം മറികടക്കുന്ന ക്ലൈമാക്സിലുള്ള ഭാഗമുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെയാണ് പടം വിജയിക്കാനുള്ള സാധ്യതയും എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഒരു ഏവറേജ് മുകളിൽ നിൽക്കുന്ന നല്ലൊരു ഫിലിം തന്നെയാണ്. ഒരു ഫാൻറ്റസി ടൈപ്പ് പടം തന്നെയാണ്. അപ്പോൾ അല്പം ക്ഷമയോടും പാട്ടൊക്കെ ആസ്വദിച്ച് അല്ലെങ്കിൽ എന്താണെന്നൊക്കെ ചിന്തിക്കാതെ കാണാമെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. സംഗീതം എന്ന് പറയുന്ന ചിത്രം കാണുക. അപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. മലയാളത്തിൽ കൂടാതെ തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയൊക്കെ ലഭ്യമാണ്. ഒന്ന് കണ്ടു നോക്കുക, ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അന്നത്തെ ഇപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.